ഉണക്കമാന്തൽ കറി വയ്ക്കാനാ. പച്ചമീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മീനിൻ്റെ ചോരൊക്കെ കേൾക്കണവർക്ക് ഒരു ഉണക്കമീൻ്റെ ഒരു ചാറ് വയ്ക്കുക. അപ്പോൾ അതെങ്ങനെയാണ് നന്നാക്കണ്ടേന്ന് ഇപ്പോൾ കാണിച്ചു തരാം. കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് രണ്ട് സൈഡ് അതിൻ്റെ തൊലി ചീന്തി എടുക്കുക. എന്നിട്ട് കത്തി കൊണ്ട് ആ വയറ്റിൻ്റെ അവിടെ ചളി ഉണ്ടാവും, തല പകുതിയും കളയുക. ഇനി അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, കുറച്ച് ഉരുളപ്പുളി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം. ഉരുളപ്പുളീനെ കുടപ്പുളി ഇടാൻ പാടില്ല കേട്ടോ, ഇതിനൊക്കെ ഉരുളപ്പുളിയാണ് നല്ലത്. പിന്നെ ഇതിൽ നാളികേരം ചേർക്കണില്ല, നാളികേരത്തിന് നല്ല വിലയും കൂടുതൽ. ഇതിന് നാളികേരം ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കട്ടി അധികം വേണ്ട. ഉപ്പ് ഇപ്പോൾ ചേർക്കില്ല, അടപ്പത്ത് വയ്ക്കാൻ. അടുപ്പത്തിട്ട് തിളച്ചു. ഇനിയിപ്പോൾ നമുക്ക് മാന്തള അതിലിടാം. തിളച്ചിട്ട മാന്തള ഇടാൻ പാടുള്ളൂ. മീനൊരുവിധം വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ഇത്തിരി കുറവുണ്ട്. കുറച്ച് നേരം അധികം വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. ഇനി ഉള്ളി കാച്ചാം. ഉള്ളി ഒരുവിധം മൂത്തുണ്ട്. അപ്പോൾ ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇടുക. ഇനി നമുക്കതിൽ കാച്ചി ഒഴിക്കുക. മാന്തൾ കൂട്ടാൻ റെഡി. ഞാൻ ഉണക്കമാന്തൽ വീട്ടിൽ ഉണക്കാറുണ്ട്, നല്ല ടേസ്റ്റാണ്. ഈ ഉണക്കമാന്തലിൻ്റെ കൂടെ കഴിക്കാൻ തുമ്പത്തോരൻ ഉണ്ടാക്കാം. തുമ്പ നല്ല പോലെ വെള്ളത്തിൽ ഒലുമ്പി നല്ലോണം കഴുകുക, അല്ലെങ്കിൽ മണ്ണുണ്ടാവും. ഇനി ചീഞ്ചട്ടി വെച്ച് ലേശം ഉപ്പിട്ടു. ഇനി ഇതിനെ ചീര വാട്ടണ പോലെ ഒന്ന് വാട്ടുക. പിന്നെ ഞങ്ങളിത് ഓൾറെഡി മുളക് മൂപ്പിച്ച് വെച്ചതാണ്, അപ്പോൾ അതിലിടുക. ഒന്ന് കമത്തി മൂടിയിടുക. പിന്നെ മിളക്കുക. ചീര വാട്ടണ പോലെ തന്നെ ഇത് വാട്ടിയെടുക്കുക. ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. ആരും ഇത് വെക്കില്ല ചൊറിയാന്ന് പറഞ്ഞിട്ട്. ചീര മുറിച്ചെടുക്കുമ്പോൾ കയ്യിൻ്റെ പുറടിമ കൊള്ളാണ്ട് സൂക്ഷിച്ച് മുറിച്ചെടുത്താൽ മതി, അപ്പോൾ ചൊറിയില്ല. പിന്നെ തിന്നുമ്പോൾ തീരെ ചൊറിയില്ല. ഇപ്പോൾ തുമ്പത്തോരൻ റെഡി. നാളികേരം ചേർക്കാത്ത ഉണക്കമാന്തൽ കൂട്ടാൻ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നാളികേരം ചേർക്കാത്ത പരിപ്പും തക്കാളി മാങ്ങയും കൂടി വെച്ചതാണിത്. ഇത് തുമ്പത്തോരൻ. ഇനി നാളികേരം ചേർത്തൊരു ഉണക്കമീൻ കറി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഉണക്കയിൽ മാങ്ങയും കൂടി വെച്ചതാണ്. ഇത് നാളികേരമൊക്കെ നല്ല വെണ്ണ പോലെ അരച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. റേഷനരിയിലെ ചോറുണ്ണാനായിട്ട് ഈ ഒരു കറി മാത്രം മതി. ചോറ് ഉരുള പിടിച്ചിട്ട് മുക്കി ഉണ്ണുക, അപ്പോഴതിൻ്റെ ടേസ്റ്റ് അറിയാം.